സ്വീറ്റ് മെമ്മറീസ് വരുന്നൊരു കാര്യമാണ് ഇലക്ഷന് പോസ്റ്റ് ഒട്ടിക്കാൻ പോകുന്നത്. ഒരുപാട് തെരഞ്ഞെടുപ്പുകൾക്ക് ഞാൻ പോസ്റ്റ് ഒട്ടിച്ചിട്ടുണ്ട്. ഭയങ്കര രാശിയുള്ളവനാ ഞാൻ. അപ്പൊ നിങ്ങൾ ഒട്ടിച്ചിട്ടുണ്ടോ? ഞാൻ ഏതായാലും ഒട്ടിക്കാൻ പോയിട്ടുണ്ട് ഇലക്ഷന് പോസ്റ്റർ. അപ്പൊ എല്ലാവരുടെയും തന്നെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാനായിട്ടുണ്ടാകും. അപ്പൊ എന്റെ ജീവിതത്തിൽ എനിക്ക് സ്പെഷ്യലായിട്ട് ഓർക്കുമ്പോൾ സ്വീറ്റ് മെമ്മറീസ് വരുന്നൊരു കാര്യമാണ് ഇലക്ഷന് പോസ്റ്റ് ഒട്ടിക്കാൻ പോകുന്നത്. എന്റെ അപ്പൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് രാഷ്ട്രീയത്തിലകത്തൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളാണ്. അത് ഏത് പാർട്ടിയാന്നുള്ളത് ഞാൻ പറയുന്നില്ല കേട്ടോ. ഇനിയിപ്പോ അതിന്റെ പേരിൽ ഇനിയിപ്പോ ഒരു ഇഷ്യൂ വരണ്ട. എനിക്കത് പറയുന്നതിന് കുഴപ്പമുണ്ടായിട്ടല്ല കേട്ടോ. ചേട്ടാ ഇവിടെ നിന്നെ കണ്ടുപിടി കാണിക്കുന്നുണ്ട് പറയണ്ടെന്ന് പറഞ്ഞിട്ട്. കാരണം നമുക്ക് എല്ലാ പാർട്ടിയിലുള്ള കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഏതായാലും തൽക്കാലം പറയുന്നില്ല. അപ്പൊ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അപ്പനും പാപ്പന്മാരുടെയും കസിൻസിന്റെ ഒക്കെ കൂട്ടത്തില് ഇലക്ഷൻ പ്രചരണത്തിനും അതേപോലെ തന്നെ പോസ്റ്റർ ഒട്ടിക്കാനും ഒക്കെ പോകല് ആ ഒരു സമയത്ത് എന്റെ സ്ഥിരം പരിപാടിയായിരുന്നു. ഇപ്പൊ അതിന്റെ ഒരു ഹരം മൂത്തിട്ട് നമ്മുടെ ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ ഇല്ലേ, ഞാൻ ഇവിടുന്ന് ഈ ഫ്ലോറൻസേയും ഇത്രയും എന്റെ 3 മക്കളെയും ഫാമിലിയും ബാക്കി എല്ലാം ഇട്ടിട്ട് ഞാൻ ഇവിടുന്ന് പോയി എന്റെ അവിടുത്തെ കരുവാരകൊണ്ടിലെ ഇലക്ഷൻ പ്രചരണത്തിന്. അതിന്റെ ഒരു ആവേശം ഒന്ന് വേറെ തന്നെയാട്ടോ. മീൻസ് അതൊക്കെ നമ്മൾ ആ ഒരു ഫാമിലിയിൽ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെയൊക്കെ ആ ഒരു നമ്മുടെ രക്തത്തിനകത്ത് കൂടെ വരണം. അത് അപ്പൊ അങ്ങനെ നമുക്ക് മാറ്റി വെച്ചേക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചെറുക്കം കൊച്ചായിട്ടാ വളർന്നതെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇലക്ട്രിക്കൽ പ്ലംബിംഗ് അതുപോലെ സംബന്ധമായ എല്ലാ കാര്യങ്ങളും എനിക്കറിയാമായിരുന്നു. ഒരു ചെറുക്കം കൊച്ചിന് അറിയാവുന്നതായിട്ടുള്ള എല്ലാ സ്മാർട്ട്നെസ്സും എനിക്കും ഉണ്ടായിരുന്നു. ബിക്കോസ് ഒന്നിനോടും അങ്ങനെ ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പേടിയുണ്ട് കേട്ടോ, പലതിനെയും പേടിയുള്ളതുണ്ട്. രാത്രിയിൽ പുറത്തിറങ്ങി നടക്കാനൊക്കെ പേടിയ, പ്രേതത്തിനെ പേടിയ, അങ്ങനത്തെ കുറച്ച് പേടികളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അത്യാവശ്യം ധൈര്യമുള്ള കൂട്ടത്തിൽ തന്നെയായിരുന്നു. വീട്ടിൽ ക്രിസ്മസ് ട്രീ അതേപോലെ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇലക്ട്രിക്കൽ കാര്യങ്ങളും അന്നത്തെ കാലത്തൊക്കെ ഉണ്ടല്ലോ. ഇടിയും മഴയൊക്കെ ആണെങ്കിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ അവിടെ ഒരു മലയോര പ്രദേശമാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ കറണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കരുവാരകൊണ്ടിന്റെ KCB കാരൊന്നും ഞങ്ങളുടെ ഈ കൽക്കുണ്ടിലോട്ട് വരികയല്ല. അപ്പൊ അവിടുത്തെ ആൾക്കാർ തന്നെയാണ് മെയിൻ പോയി ഫ്യൂസ് കെട്ടലും കാര്യങ്ങളൊക്കെ. അപ്പൊ എന്റെ അപ്പനോ അല്ലെങ്കിൽ പാപ്പന്മാരോ ആരെങ്കിലും ഒക്കെ ആയിരിക്കും ഇത് ചെയ്യേണ്ടത്. അപ്പൊ ചിലപ്പോൾ നമ്മളിങ്ങനെ ക്രിക്കറ്റിന്റെയോ ഫുട്ബോളിന്റെയോ ഇനിയിപ്പോ അതല്ല ഞായറാഴ്ച ഏതെങ്കിലും സിനിമയുടെ ഹരത്തിലിരിക്കുന്ന സമയത്തായിരിക്കും കറണ്ട് ഒരു പോക്ക് പോകുന്നത്. അപ്പൊ ഇവരൊക്കെ ചിലപ്പോൾ അങ്ങാടിക്ക് പോയിട്ടുണ്ടാവും. ഞങ്ങളുടെ അവിടേക്കൊക്കെ അങ്ങനെയാട്ടോ. വൈകുന്നേരങ്ങളിലെ ആൾക്കാർ മീൻസ് ആണുങ്ങൾ എല്ലാവരും അങ്ങാടിക്കൊക്കെ പോകാറുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ടൗൺ കൾച്ചർ പോലെയല്ല, പക്ഷെ ശരിക്കും അടിപൊളി ഒരു സ്ഥലമാട്ടോ. ഇതുവരെ നിങ്ങൾ ആരും വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം കൂടിയാണ്. നല്ല പ്രകൃതി രമണീയമായിട്ടൊരു സ്ഥലമായി കരുവാരകൊണ്ട് കൽക്കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലം. അപ്പൊ അവിടെ ഉണ്ടല്ലോ ഞങ്ങള് പിള്ളേർ വരെ പോയിട്ട് ഫ്യൂസ് അല്ല വേണ്ട അത് വേണ്ട നമുക്ക് പ്രൊഡക്റ്റിലോട്ട് കിടക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പ്രൊഡക്റ്റ് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രിന്റഡ് കോട്ടന്റെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മിറർ വർക്ക് കുർത്തിയാണ്. അതിന്റെ യോക്ക് പോർഷനിലേക്കായിട്ട് കട്ട് ബീഡ്സിന്റെ മിറർ വർക്കിന്റെ ഒക്കെ ഹാൻഡ് വർക്കാണ് വന്നേക്കുന്നത്. യോക്കിലേക്കും ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ സ്ലീവിലേക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാച്ച് ആട്ടോ രണ്ടിടത്തും കൊടുത്തേക്കുന്നത്. ഇൻവെർട്ടഡ് പ്ലീറ്റ് വരുന്നുണ്ട്. ഈ ഇൻവെർട്ടഡ് പ്ലീറ്റ് കൊടുക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയാം, ഈ നമ്മുടെ ഈ ഒരു ലോവർ ടമ്മി ഒന്നും നമുക്ക് അധികം കാണാതെ ഒരു ഹൈഡ് ആവാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്കൊരു പ്ലെയിൻ ഫീലിംഗ് പോകാൻ വേണ്ടിയിട്ടാട്ടോ. ടോപ്പിൽ നമ്മൾ രണ്ട് വൺ സൈഡ് പോക്കറ്റും കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതിന്റെ പ്രിന്റ്. ആ ഒരു ബ്ലാക്കും ബ്രിക്ക് റെഡും ചിക്കും ഒക്കെ കൂടെ ബ്ലെൻഡ് ചെയ്ത് വന്നേക്കുന്ന ഒരു ഷെയ്ഡ്. ടോപ്പ് ഉണ്ടല്ലോ നമ്മുടെ ഓൺ ബ്രാൻഡ് ഫ്ലോറിസ്റ്റയിലേക്ക് വന്നേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഫിറ്റിങ്ങിനെ കുറിച്ചൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലെ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നേക്കുന്ന ഒരു നെക്ക് പാറ്റേണും ആണ്. എയർലൈൻ കൺസെപ്റ്റിലേക്കാണ് നമ്മളിത് ചെയ്തേക്കുന്നത് കേട്ടോ. കോട്ടൺ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 47 ഇഞ്ചസ് ലെങ്തിലേക്കാണ്. ബാക്കിലേക്ക് പ്ലെയിൻ എയർലൈൻ കട്ടിങ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ ഒരു 7 വർക്കിംഗ് ഡേയ്സിന് ശേഷമായിരിക്കും ഈ പ്രൊഡക്റ്റ് നമ്മുടെ ഇവിടെ ഡിസ്പാച്ച് ചെയ്യുന്നത്. ഈ ഒരൊറ്റ ഷെയ്ഡിലേക്കേ ഉള്ളൂ കേട്ടോ. അപ്പൊ വേഗം തന്നെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്തോളാം. എന്റെ സ്റ്റോറിയുടെ അടുത്ത പാർട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക.